ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ ഗോവയിലെത്തി രണ്ടാമത്തെ ദിവസം സൗത്ത് ഗോവ കാണാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ 9 മണിക്ക് ഇറങ്ങി. 9 മണിയായപ്പോൾ ടാക്സി ഡ്രൈവർ വന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസ്, അതായത് നമ്മുടെ ഫ്രാൻസിസ് സേവ്യറുടെ ശവകുടീരം ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്നു. അപ്പം അകത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ മേലായിരുന്നു. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗമാണ്. പിന്നെ നമ്മൾ അതിലെല്ലാം നടന്ന് ചുറ്റിക്കറങ്ങി. ഇത് പള്ളിയുടെ പുറത്തെ ഭാഗങ്ങളാണ്. നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ വന്ന് നല്ല തിരക്കായി തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കൂടി ഇറങ്ങി സൈഡിലൂടെ ഇറങ്ങി വരുന്ന കാഴ്ചകളാണിത്. ഇതിൻ്റെ സൈഡിൽ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പള്ളിയുടെ പുറകുവശം കാര്യങ്ങളും സൈഡിൽ കൂടി നടക്കാനൊക്കെ ഒത്തിരി വഴിയും പിന്നെ ഗാർഡനും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ സീ കത്തീഡ്രലിലോട്ട് പോയി. അത് തൊട്ടടുത്ത് തന്നെയാണ്. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് സീ കത്തീഡ്രൽ, അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സീ കത്തീഡ്രൽ പള്ളി. പിന്നെ നമ്മൾ അവിടുന്ന് ഓൾഡ് ടവർ കാണാൻ വന്നു. കുറച്ചങ്ങ് പോന്നാൽ മതിയായിരുന്നു സീ കത്തീഡ്രലിൽ നിന്ന്. അതിനുശേഷം നമ്മൾ പിന്നെ ഡോണാപോള ബീച്ചിലോട്ട് പോന്നു. അവിടെ അകത്ത് നമ്മൾ കയറിയില്ല, പുറമേ നിന്ന് കാണുള്ളൂ. ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് നടന്നു പോയി. ആ മേളിൽ കാണുന്ന അവിടെ പോയി നിന്ന് കണ്ടാൽ കുറച്ചുകൂടി വ്യൂസും കാര്യങ്ങളും കാണും. പക്ഷെ നമ്മൾ പോയില്ല, കാരണം ഓൾറെഡി നല്ല വെയിലും പിന്നെ മടുത്തു. മറ്റ് 2 സ്ഥലങ്ങളിൽ ഒത്തിരി നടക്കാനുണ്ടായി. നടന്ന് നമ്മൾ മടുത്തു. ഈ കൊച്ചിനെ വെച്ച് നടക്കാമെന്ന് പറയണത് നല്ല പാടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ പുറത്ത് നിന്ന് കണ്ടു കാഴ്ചകളും. പിന്നെ കുറേ തുണിക്കടകളൊക്കെ ഉണ്ടായിരുന്നു. 2 ഡ്രസ്സൊക്കെ മേടിച്ചു. അതിനുശേഷം നമ്മൾ മിറാണ്ട ബീച്ചിലോട്ട് പോന്നു. ഗോവയിൽ, സൗത്ത് ഗോവയിൽ. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നട്ടുച്ചയായിരുന്നു എങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ബീച്ചിൽ കളിക്കാനും ഒക്കെ ആയിട്ട്. റയാന് ബീച്ചിൽ കളിക്കുന്ന ഒരു സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. അവനതിൽ മണ്ണും കോരി കളിച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇത് ബീച്ചിൽ ഉള്ള പാർക്കാണ്. പാർക്കിൽ കുറച്ച് നേരം നമ്മൾ ഇരുന്നു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ പോകുന്നത്. കാരണം പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ റൂമിലോട്ട് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണല്ലോ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ബാഗ ബീച്ചിലോട്ട് പോന്നു. വൈകുന്നേരത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് നടന്ന് പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ പോകുന്നു, കിടന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.